അതെ, അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഒരു മുട്ട മന്തി കേട്ടോ. അപ്പൊ അതിന്റെ പ്രിപ്പറേഷനിലാണ് ഉമ്മ. ഇപ്പൊ ഉമ്മയുടെ മുഖം കാണിക്കാൻ നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഉമ്മ മുഖം കാണിക്കാത്തത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. മുട്ട പുഴുങ്ങി കഴിഞ്ഞിട്ടോ. അപ്പൊ നമുക്ക് ലൈറ്റർ ഗ്യാസ് കത്തിച്ചിട്ടേ ഈ വെള്ളം എന്തിനമ്മ ചൂടാക്കാൻ വെക്കണേ? ചോറ് അരി വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ വെള്ളം അടുപ്പിൽ വെച്ചിട്ട് കേട്ടോ. ഇത് നമ്മൾ അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം അവിടെ നിന്ന് തിളക്കിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഈ എമിലിന് ഗിവ് അവേ കൊടുക്കുന്നതാണ് സത്യം കേട്ടോ. ഭയങ്കര ശരിയാണ് ഞങ്ങൾക്ക്. അപ്പൊ കേൾക്കണ്ട. അപ്പൊ നമ്മളെ ഇതിൽ എന്തൊക്കെ ഇട്ടെന്ന് വെച്ചാ കുരുമുളക് ഇട്ടിക്ക് എന്താ ഉണക്ക നെല്ലിക്ക. സോറി ഗൈസ്, ഉണക്ക നെല്ലിക്കല്ല, ഉണക്ക നാരങ്ങയാണ്. അതെന്താ പട്ടയോ ഏലക്ക ഗ്രാമ്പു എല്ലാം ഇട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് ഇതിനകത്ത് അരിയിട്ട് വേവിക്കും കേട്ടോ. കല്ലുപ്പ് കേട്ടോ, കല്ലുപ്പ്. മുട്ടയ്ക്കുള്ള മസാല കേട്ടോ. ഒരു സവാള അരിഞ്ഞത്. ഇത് നമ്മൾ മന്തി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണോ? ചിക്കൻ മന്തി. ഒരു ക്യാപ്സിക്കം ഫുൾ കേട്ടോ. മാഗി ക്യൂബ്, ചിക്കൻ ക്യൂബ് അല്ല മോളൂ, മാഗി ക്യൂബ്. ഇത് മന്തി മസാല കേട്ടോ. ഇതിലെന്തൊക്കെയോ ആഡ് ചെയ്തിട്ടുള്ള മസാല പൊടിക്കാൻ വേണ്ടിയിട്ട് നല്ല ജീരകം, പട്ട, ഗ്രാമ്പു, പിന്നെ മല്ലി, പച്ചമല്ലി. ഇതിലും കറുത്ത നാരങ്ങ കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടി ഇട്ട് വറുത്ത് പൊടിച്ചിട്ടുള്ള മസാല കേട്ടോ. നമ്മൾ ഇതിന് മന്തി മസാല വിളിക്കും. ഉപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പ് മതി. അയ്യോ, ഞാൻ വീട് ശരിയാക്കുന്നുണ്ടേ. വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഉമ്മ അത് നോക്കിയമ്മ ബാക്ക്ഗ്രൗണ്ടിലൊരു വിലക്കാരി ജാനു എമ്മിൽ ചൂലും എടുത്ത് അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം തിളക്കട്ടെ. ഇതാണ് മുട്ടക്കുള്ള മസാല. ഇതിനകത്ത് ഇനി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്യുമല്ലേ? അതെ, അതെ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് മിക്സ് ആക്കും. പേടിക്കണ്ട, കൈ നല്ല വൃത്തിയായിട്ട് കൈകിട്ടാട്ടോ മറക്കണേ. നീ അതും പറഞ്ഞാരന്മാരെ. അതെ, ഞാൻ പോയി ഇവിടെ പണിയെടുക്കത്തില്ല. അവർക്ക് ശുഷ്കാദ്യ പണിയെടുക്കേ. മഞ്ഞപ്പൊടിയോ? അപ്പം മഞ്ഞപ്പൊടി ഇട്ടു. എല്ലാ മസാല ഇട്ടിട്ട് മന്തിക്കുള്ള മസാല, മുട്ടയ്ക്കുള്ള മസാല, സോറി. നമ്മൾ ഇപ്പുറത്തോട്ട് വെള്ളം വെച്ചിട്ട് നമുക്ക് അവിടെ മുട്ടയ്ക്കുള്ള മസാല വെക്കാം. കൈ പോലെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര നോയ്സ് ആണ് ഗൈസ്. അപ്പം അത് അടച്ചു വെച്ചിട്ട് ഇത് എത്ര മിനിറ്റ് വേവിക്കണം കേട്ടോ? ഒന്നും നമുക്ക് പറയാക്കത്തില്ല. മഴയാണ് ഗൈസ്, മഴ. നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ? ഇത് കശുവണ്ടി ഫാക്ടറി ആയിരുന്നു. ഇപ്പോൾ ഒരു ഇത് പൊളിക്കുന്നത് എന്തിനാണോ എന്തോ. ഈ പോടോ, അയ്യോ ഉറുമ്പ്. നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ? മഴ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ എടുക്കണോ? വൈറലാക്കണേ. കാശ്മീരി മുളക് പൊടി കേട്ടോ. മുളക് പൊടി മറ്റേതിട്ടാൽ കളറും വരില്ല, ഭയങ്കര എരിവായിരിക്കും. ഇതാകുമ്പോൾ കളർ ഉണ്ടാവും, പക്ഷേ എരിവുണ്ടാവില്ല. ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും എരിവ് കാശ്മീരി മുളകേ പറ്റുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ മുട്ടയ്ക്കുള്ള മസാല. ഇന്ന് എപ്പോഴെങ്കിലും മോൻ കാണിക്കുമോ ഇതിൽ? ഒരു വ്യൂവേഴ്സൊക്കെ കൂടട്ടെ, സബ്സ്ക്രൈബറൊക്കെ തോനെയാകുമ്പോൾ ഞങ്ങൾ നേരിട്ട് വരുന്നതായിരിക്കും. ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന വാപ്പാണ്. അപ്പം എനിക്ക് മുഖം കാണിക്കാനോ താല്പര്യമില്ല. അഥവാ പാടാം. എനിക്ക് ഉമ്മനെ കൊണ്ടൊരു ആവശ്യമുണ്ട്. അപ്പോൾ ഉമ്മനെ സോപ്പിടാനും ഉമ്മക്ക് ഞാനൊരു പാട്ട് പാടിക്കൊടുക്കും. നോർമലി പാടുമ്പോൾ എൻ്റെ ഉമ്മക്ക് ഭയങ്കര മറിയും, നാട്ടുകാർ ഉണർത്തലെന്ന്. അപ്പോൾ ഞാൻ ഒരു പാട്ട് പാടിക്കൊടുക്കട്ടെ ഉമ്മക്ക്. പാടട്ടെ? നീ പാടിക്കോ, ഞാൻ പഠിക്കോളൂ.
സുരുകിയ പൂന്തട്ട് ഉമ്മാന്റെ മടിത്തട്ട് സുരുകിയ പൂന്തട്ട് സ്നേഹക്കാവാണ് ഉമ്മ സഹനക്കടലാണ് സ്നേഹക്കാവാണ് ഉമ്മ സഹനക്കടലാണ് ഉമ്മാൻ്റെ കാലടി പാടിലാണ് സുപർക്കം മോർത്തോളി ഒരിമതിയാ മുത്തു മുഹമ്മദിൻ തൂമൊഴിയുള്ളിലുറച്ചോളി. പാട്ട് എങ്ങനെയുണ്ടമ്മ? പാട്ട് അടിപൊളി. പാട്ട് പാടി ഇത് കരിഞ്ഞു എന്നാ തോന്നുന്നു കേട്ടോ. ഇല്ല ഇല്ല, തീ ഉറച്ച് വെച്ചാൽ പെട്ടെന്നാണ് പറഞ്ഞത് നമുക്ക് ഇന്ന് മുട്ടമന്തി ഉണ്ടാക്കാം. അല്ല, അത് വീഡിയോ എടുക്കണമെന്നുള്ള ഇതില്ലായിരുന്നു. പിന്നെ എന്തായാലും മുട്ടയിട്ട് നമുക്ക് നല്ലോണം ഇളക്കാം കേട്ടോ. മുട്ട പൊട്ടി. അപ്പൊ ഇത് അടച്ചു വെച്ചൊരു 10-15 മിനിറ്റ് അങ്ങനെ വേവട്ടെ. അപ്പോൾ നിങ്ങളൊക്കെ വെറുതെ വീഡിയോ കണ്ട് പോവാണ്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ, ബെൽ മണി അടിച്ചു പൊട്ടിക്കൂ. ഇതൊക്കെ ഇങ്ങനെ തുറക്കാം. സൺഡേ ആയതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര നോയ്സാണ്. ഇതിലിപ്പോൾ കൈ ഇട്ടാൽ പൊള്ളോ? വെള്ളം കുമള വരുന്നു. ചോറ് ഒട്ടാതിരിക്കാൻ വേണ്ടിട്ടല്ലേ? ഇതൊക്കെ എനിക്കറിയാം. ഒന്നും അറിയത്തില്ലെങ്കിൽ ഇതെനിക്കറിയാം. ഇപ്പൊ വെള്ളം തിളച്ചു. 3 നാഴിയോ? ഇപ്പൊ 3 നാഴി അരി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. എന്തൊരു ഒരു ബേ ലീഫും കൂടി ഇടണം. അത് എന്തിനാ? ഫ്ലേവറിന് വേണ്ടിയിട്ടാ? കൊള്ളാം. എല്ലാവരും ഇടുന്നു, നമ്മളും ഇടുന്നു. ഇല അടച്ചുവെക്കട്ടെ. ഇതിൻ്റെ അടുപ്പ് ഓൾറെഡി ഓഫാക്കി കേട്ടോ. അപ്പം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ദമ്മിടുന്ന പരിപാടി. ദമ്മിടുന്ന പരിപാടിയുള്ളൂ. അപ്പം നമുക്ക് ദമ്മിട്ടിട്ട് കാണാം. അപ്പം നമ്മുടെ ചോറ് പാതി പിന്നെ അയ്യോ പോക. സൺഡേ ഉണ്ടോ കേട്ടോ. 2-3 ഷോർട്സും ലോങ് വീഡിയോ ഒക്കെ. അല്ലെങ്കിൽ ദിവസം ഒരു ഷോർട്സോ ഒരു ലോങ് വീഡിയോ പ്രതീക്ഷ മതി. അപ്പോൾ നമുക്കിത് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതും വോയിസ് കൊടുക്കുന്നത് ഞാനായതുകൊണ്ട് എനിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് സൺഡേ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ സൺഡേ അവധിയില്ല കാര്യം. ഡ്യൂട്ടി എന്നതൊക്കെ നമുക്ക് പിന്നെ കാണാം കേട്ടോ. അപ്പോൾ ഇത് ഓണത്തിന് ഞാനത് ഇടാം കേട്ടോ. എൻ്റെ ഡ്യൂട്ടി സ്ഥലത്തുള്ള അവിടെ ആദ്യം പെർമിഷൻ ചോദിച്ചിട്ട് നമ്മൾ വ്ളോഗ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഊറ്റല്ലേ? ദമ്മാക്കണം, പാത്രം വെക്കണം. ഇതിൻ്റെ മുകളിലാട്ടോ. ഇതൊക്കെ നമ്മൾ വേറെ ഒന്നും കുക്ക് ചെയ്യില്ല. നമ്മൾ ഇതൊക്കെ ബിരിയാണിയും മന്തിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് ദമ്മാക്കാൻ വേണ്ടിയിട്ട് പാത്രം വെക്കാൻ യൂസ് ആക്കണേ ഒരു സാധനമാണിത്. ഇവിടെ നമ്മൾ മല്ലിയിലിട്ടു കേട്ടോ. മല്ലിയിലിട്ടു. നമ്മൾ ഫുഡ് കളർ യൂസ് ആക്കണില്ല. അതിന് പകരം നമ്മൾ മഞ്ഞപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിക്കാം കേട്ടോ. കാരണം എനിക്ക് ഈ ഫുഡ് പോയ്സൻ്റെ കുഴപ്പമുള്ളതുകൊണ്ട് ഫുഡ് കളേഴ്സ് ഒന്നും യൂസ് ആക്കിയാൽ പറ്റില്ല, സീനാവും. അപ്പോൾ നമ്മൾ പച്ചമുളക് കുത്തി വെച്ചു. ഇനി അപ്പോൾ മസാല ഇട്ടില്ലേ? ചൂടുണ്ടോ? മസാല നല്ല മണമുണ്ട് കേട്ടോ മസാലയ്ക്ക്. പാചകം ഉണ്ടാക്കുന്ന ഉമ്മക്ക് ആത്മവിശ്വാസമില്ലേ? പക്ഷെ എൻ്റെ ഉമ്മ എന്തുണ്ടാക്കിയാലും അടിപൊളി കേട്ടോ. അത് വേറെ കാര്യം. പോക്കി പറയല്ല, ഉമ്മ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അതെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ പറയും ഉമ്മാനങ്ങ് കൊടുക്കോ, അല്ലെങ്കിൽ ഞങ്ങളവിടെ വന്ന് നിന്നോട്ടെ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ലുട്ടു പറയും ഞാൻ ആ വീട് സൈഡിൽ എവിടെയെങ്കിലും വന്ന് വീട് വാടകയ്ക്ക് എടുത്തോട്ടെ. നമ്മൾ എന്താണ് ജോലി ചെയ്യുന്നത്? ജോലി ചെയ്യിപ്പിക്കത്തുമില്ല. എന്നിട്ട് പറയും ചെയ്യും ജോലി ചെയ്യുന്ന മക്കളെ കാണുന്നു.
അപ്പോൾ നമ്മുടെ മസാല ഇട്ടു. ഇതാ മസാല. ഇനി ഇതിനകത്ത് നടക്ക് പാത്രം വെച്ചിട്ട് കരിക്കട്ട വെച്ച് എണ്ണ ഇട്ടു. കരിക്കട്ട നനഞ്ഞു പോയി. നനഞ്ഞു പോയി. അതിപ്പോ കത്തിക്കല്ലോ. അപ്പോൾ നമ്മുടെ സ്മോക്ക് കൊടുക്കാനുള്ള സംഭവം റെഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മുട്ട മന്തി. ഇനി ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യിക്കാൻ നമ്മൾ എപ്പോഴും വിളിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, എമിലു, വാപ്പാടെ തങ്കം. അപ്പോൾ എമിലിനെ കൊണ്ടാക്കി ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. കാരണം അവനാകുമ്പോൾ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. കൊള്ളത്തിലേക്ക് കൊള്ളത്തില്ല എന്ന് പറയും, കൊള്ളാം കൊള്ളാന്ന് പറയാം. ഇവിടെ തുണിയിലാണ് നിൽപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവനെ കാണിക്കാത്തത്. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ നേരം ഞാൻ ഓനെ കാണിക്കാം. അപ്പോൾ നമ്മുടെ എഗ് മന്തി അടിപൊളിയായിരുന്നു കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്, വെറുതെ പറയില്ല, സൂപ്പറായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കേ.